വെയിറ്റ് ഗൈസ്, ഇപ്പൊ തന്നെ ഏകദേശം 5 മിനിറ്റ് ആവാനായി. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. സോ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പൊ ഗൈസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ വെൽക്കം ടു സ്കെച്ച് ബുക്ക് ടൂർ പാർട്ട് 2 ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു നിർത്തിയത് ഈ മൂസാന്റെ ഇമേജ് വരെയാണ്. സോറി ഗൈസ്, മൂസാനല്ല മുസാൻ. അതിനുശേഷം ഞാൻ വരച്ചതാണ് മൈറ്റ് ഗൈ. ഇതേ മൈറ്റ് ഗൈന്റെ സ്കെച്ച് ഞാൻ എന്റെ പുതിയ സ്കെച്ച് ബുക്കിൽ വലുതാക്കി വരച്ചിട്ടുണ്ട്, കളറൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നറൂട്ടോ ദ റസെൻഗാൻ ഗൈസ്. ഇത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്കെച്ചാണ് ഈ ബുക്കിന്റെ അകത്തുള്ളത്. കിടിലം പിക്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ജിറയ്യൻ്റെതും ഇതേ റെഫറൻസ് നോക്കി തന്നെ ഞാൻ എൻ്റെ പുതിയ സ്കെച്ച് ബുക്കിൽ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, കളറൊക്കെ ചെയ്ത്. അത് കാണാത്തവർ ഇപ്പം തന്നെ പോയി ഷോർട്സ് കാണുക ഗൈസ്. ആഫ്റ്റർ ദാറ്റ് റോക്ലീൻ്റെ ഒരു ഇമേജ് ആണ് വരച്ചത്, നമ്മുടെ കിമിമാറോടെ കൂടെ ഉള്ള ഫൈറ്റ്. അതിനുശേഷം ടാഞ്ചറോടെ ഒരു പിക്ചർ. ഇത് ഡ്രസ്സൊന്നും അത്ര ശരിയായില്ല, എനിക്കറിയാം, ഞാൻ എന്തോ ഇതിൽ വരച്ചാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഇറ്റാച്ചി സോനോ ഷെറിംഗാൻ എന്ന് പറയുന്ന ആ സീൻ ഉണ്ടല്ലോ, നമ്മുടെ സാസ്കയുടെ കൂടെയുള്ള ഫൈറ്റിന് മുന്നുള്ള സീൻ. ആൻഡ് ഈ പിക്ചറിൽ ഇറ്റാച്ചിയുടെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ആൻഡ് ഇത് ഞാൻ വരച്ചതും അത്ര വലിയ വൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതിനുശേഷം വരച്ചത് നമ്മുടെ മാതര കുറാമേന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു റെഫറൻസ് നോക്കിയുള്ള ഒരു പിക്ചറാണ്. ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് വരച്ചത് നമ്മുടെ സുനാഡെ ആൻഡ് നറൂട്ടോ. ഇത് ഒരു ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ നല്ലൊരു റെഫറൻസ് ആയി തോന്നിയപ്പോൾ വരച്ചാണ്. അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹിനാട്ടനെയാണ് വരച്ചത്. ഹിനാട്ടയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം അങ്ങനെ നമ്മുടെ യാഹിക്കോ പെയിനിന്റെ ഒരു പിക്ചർ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരച്ചത് നമ്മുടെ സ്വന്തം ഇറ്റാച്ചി. സാസ്കയുടെ കൂടെ ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഇറ്റാച്ചിയുടെ ആ ഫേസ് ആണ് ഞാൻ വരച്ചത്. ഇതേ റെഫറൻസ് വെച്ചിട്ട് ഇതേ പിക്ചറിന്റെ ഒരു ഷോർട്ട് വീഡിയോ പുതിയതായിട്ട് ഞാൻ വരച്ചിടുന്നുണ്ട്. അത് അത്യാവശ്യം ഇതിലേക്കാട്ടും കിടിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശേഷം നമ്മുടെ ലവ് ഹാഷിറായിട്ടുള്ള മിച്ചൂരിനെയാണ് വരച്ചത്. അങ്ങനെ മിച്ചൂരിന്റെ ഈ പിക്ചർ കൂടെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഐക്കോണിക് സീൻ ആയിട്ടുള്ള മാതരന്റെ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ഹാഷിറാമ ചോദിക്കുന്ന ഈ ഒരു റെഫറൻസ് ആണ് ഞാൻ വരച്ചത്. ആ സീൻ ആനിമേ വേണ്ട ആരും മറക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ മാതരനെ ഹാഷിറാമ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ടെങ്കിലും എനിവേ അടുത്ത പിക്ചർ ഞാൻ വരച്ചത് മങ്കി ഡി ലൂഫിയുടെ ഒരു വാണ്ടഡ് പോസ്റ്റർ ആണ്. അങ്ങനെ ലൂഫിയുടെ വാണ്ടഡ് പോസ്റ്ററിന് ശേഷം ഞാൻ വരച്ചത് റോണോണോവ സോറോന്റെ ഒരു വാണ്ടഡ് പോസ്റ്റർ ആണ്. പക്ഷെ ഇതുവരെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇതിൽ ഇനിയും കുറേ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അത് ഇതുവരെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി മെല്ലെ സമയം കിട്ടുമ്പോൾ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സ്വന്തം നാവിഗേറ്റർ നാമിക്ക് ശേഷം ദാണ്ട കിടക്കുന്നു പിന്നെയും സോറോന്റെ ഈ റെഫറൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാണ്. ഇത് തന്നെ ഞാൻ പിന്നെ എൻ്റെ സ്കെച്ച് ബുക്കിൽ വരച്ചിട്ടുണ്ട്. അത് കളറൊക്കെ ചെയ്ത് ഷോർട്ട്സ് ആയിട്ട് ഞാൻ ഇട്ടുണ്ട്, കാണാത്തൊരു കാണുക. ആഫ്റ്റർ ദാറ്റ് ചോപ്പർ നമ്മുടെ ഡോക്ടറിന് മഷ്റൂം കൊടുക്കുന്ന ഒരു സീൻ ഉണ്ട്, അതാണ് ഇത് വരച്ചത്. പിന്നെ നമ്മുടെ സ്ട്രോയിഡ് ക്രൂവിലെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ദ ഡെവിൽ ചൈൽഡ് റോബിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോബിന് ശേഷം ഞാൻ വരച്ചത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണിത്. വൺ പീസ് ആനിമേ കണ്ട ആരും ഡെസ്റോസ് ആർക്കിലെ ഡോഫ്ലമിംഗോനെ മറക്കാൻ ഒരു ചാൻസും ഇല്ല. ആ ഒരു ഡയലോഗ് ഓരേനോ നോവ ഡോങ്കി ഹോത്തെ ഡോഫ്ലമിംഗോ, അത് തന്നെ മതി പുള്ളിക്കാരനെ മനസ്സിലാവാൻ. ഇത് പിന്നെ ലൂഫിയുടെ മൂക്ക് കയറ്റി നിൽക്കുന്ന ഒരു പിക്ചർ. അതിനുശേഷം ഞാൻ എന്തോ റാൻഡം ആയിട്ട് കുറേ കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് ശിവന്റെ ഒരു പിക്ചർ, നല്ല റെഫറൻസ് കണ്ടേരം വരച്ചാണ്. ആൻഡ് ഇത് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇതാണ് ഈ ചാനലിൽ ഞാനിട്ട ഫസ്റ്റ് വീഡിയോ. എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് വീഡിയോ. അതിന്റെ മുന്നേ ഞാൻ കുറേ മിനി വ്ളോഗ്സ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുപോലത്തെ വ്ളോഗ്സ് ഇനിയും വേണമെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അതിനുശേഷം ഞാനിട്ട സെക്കൻഡ് ഡ്രോയിങ് വീഡിയോ ആണിത്. അതായത് നമ്മുടെ റസെൻഗാൻ പിടിച്ച് നിൽക്കുന്ന നറൂത്തോന്റെ ഒരു വീഡിയോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നറൂത്തോയുടെ വീഡിയോന് കുറച്ച് റീച്ച് കിട്ടി. അപ്പോഴത്തേക്ക് എൻ്റെ പേജും കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുതിയൊരു സ്കെച്ച് ബുക്ക് അങ്ങോട്ട് വാങ്ങി, യൂട്യൂബിന് വേണ്ടി മാത്രം. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കെച്ച് ബുക്കിൽ ഇത്ര ഡ്രോയിങ്സ് ആണ് ഉള്ളത്. ഇതിന്റെ പാർട്ട് 1 ആയിട്ടുണ്ട്, അത് കാണാത്തവർ എന്തായാലും പോയി കാണുക. ആൻഡ് എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഇനിയും കുറേ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നല്ല കിടിലൻ റെസ്പോൺസ് ആണെങ്കിൽ പാർട്ട് 3 ആയിട്ട് ഞാൻ അതിന്റെ വീഡിയോ കൂടെ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി പാർട്ട് 3 എന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.